ശ്രീകൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് ഊഞ്ഞാലിലിരിക്കണ ഉണ്ണികൃഷ്ണനാണ്. വെണ്ണയുണ്ട്, കയ്യില് ഓടക്കോയിലും ഉണ്ട്. എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഒരു 3 വയസ്സുകാരൻ ഉണ്ണിയായിട്ടാണ് ഇന്നത്തെ ആ ഊഞ്ഞാലിലെ അലങ്കാരം വരുന്നത് കേട്ടോ. 3 വയസ്സുകാരൻ ഉണ്ണിയുടെ ഒരു കയ്യിൽ ഇങ്ങനെ വെണ്ണ പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിലല്ല ഇടുപ്പിൽ ഇങ്ങനെ തിരികെ തരത്തിലെ ഓടക്കോലും ഉണ്ട്. നല്ല സുന്ദരൻ ഉണ്ണികൃഷ്ണനായിട്ടാണ് ഉച്ചപൂജ തൊഴുതെത്തിയതാണ് ഞാൻ. അപ്പോൾ ആ കുഞ്ഞുണ്ണികൃഷ്ണന്റെ ഊഞ്ഞാലിൽ ഇരുന്നുകൊണ്ട് ആ പാദം താഴേക്ക് തൂക്കിയിട്ട നിലയിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഒരു കൈ കൊണ്ട് ഊഞ്ഞാലിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ കൈയിലാണെങ്കിൽ വെണ്ണയാണ് പിടിച്ചിരിക്കണത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണനെ ഇന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണന്റെ ആ ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കാൻ തോന്നുന്നു നമുക്ക്. അത്രയ്ക്ക് സുന്ദരനായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഒരു വീഡിയോ, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരിയെ കുറിച്ച് ഒരുപാട് പേര് അപ്രീസിയേറ്റ് ചെയ്തിരുന്നു. വളരെ നന്ദി. ശരിക്കും പറഞ്ഞാൽ ഈ സാരി ഞാൻ ഇതിനു മുമ്പും എടുത്തിട്ടുള്ള സാരിയാണ്. പക്ഷെ അന്നൊന്നും കിട്ടാത്ത എന്തോ ഒരു പരിഗണന ഇന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നെങ്കിൽ, ഇന്ന് ഞാനിതിന് മാച്ച് ചെയ്തിട്ടിരിക്കുന്ന ബ്ലൗസ് ഉണ്ടല്ലോ, എന്നെ നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ ഇതുപോലെ സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി എന്താ പറയുക ഉണ്ടാക്കി തന്ന ആ ഒരു ബ്ലൗസ് ഇട്ടിട്ടാണ് ഞാനിന്ന് ചെയ്യണത്. അതായത് എങ്ങനെ ഇത്ര കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. ഓരോരുത്തരും, ജലജ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാട്ടോ ഇതെനിക്ക് കൊണ്ടുവന്ന് തന്നത്. ജലജ ചേച്ചിക്ക് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ചേച്ചി അവിടെ അടിക്കുന്നതൊക്കെ, സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യുകയാണ് ചേച്ചി. എന്നെ കണ്ട് എനിക്കുള്ള ബ്ലൗസ്, എൻ്റെ കുട്ടികൾക്ക് കുറച്ച് ടോപ്പുകൾ ഒക്കെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതൊക്കെ ഇട്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ഇന്ന് ജലജ ചേച്ചി തന്ന ഈ ബ്ലൗസ് ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയത് ഇങ്ങനെ കറക്റ്റായിട്ട്, എന്നെ വെറുതെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ എടുത്ത് തുന്നി തന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ മേഖലയിൽ തിളങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയവർക്കേ സാധ്യമാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കണേ. പണ്ട് എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, മോഹൻലാലിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊഴണം എന്ന്. അപ്പോൾ മോഹൻലാൽ വലിയ നടനായതുകൊണ്ടോ അനേകം സിനിമകൾ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ അച്ഛൻ അങ്ങനെ പറയണത്. അദ്ദേഹം ഏത് മേഖലയിലാണ് നിൽക്കുന്നത് ആ മേഖലയിൽ അദ്ദേഹത്തിനെ കവച്ചു വെക്കാൻ ആരുമില്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന് ആ മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിക്കുന്നത് അപൂർവമാണ്. അത് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഭഗവാന്റെ ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ സാധിക്കുന്നവരെ കണ്ടാൽ നമുക്ക് ഉള്ളിൽ അവർക്ക് എത്രമാത്രം ഭഗവാന്റെ സ്നേഹം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്ന് ആലോചിക്കേണ്ടതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ജലജ ചേച്ചിക്ക് അങ്ങനെ ഒരു പ്രത്യേക അനുഗ്രഹം ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മെഷർമെന്റ് പോലും എടുക്കാതെ ഇത്ര കൃത്യം അളവിൽ ഒരു ബ്ലൗസ് തയ്ച്ച് തരിക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുപോലത്തെ ആണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ. അപ്പം ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയ ആള് എന്ന നിലയിൽ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോവാം അല്ലേ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കഥയാണ്, എന്നാലും പറയാണ്. നമ്മുടെ കുറൂരമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കുറൂരമ്മയുടെ കഥ പറയൂ എന്ന് എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ കുറൂരമ്മയുടെ ഒരു വിശേഷം പറയാം കേട്ടോ. ഈ അമ്മേനെ പുറം പണിക്കൊക്കെ സഹായിക്കുക, മുറ്റമടിക്കുക, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ സഹായങ്ങൾക്കൊക്കെ ആയിട്ട് അമ്മയുടെ ഇല്ലത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു മറ്റൊരമ്മ വന്നിട്ട് ഇന്നും ഇങ്ങനെ കുറൂരില്ലത്ത് വന്ന് ചെറുതായിട്ടൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് പോകാറുണ്ട്. അമ്മ തനിച്ചാണ് താമസിക്കണത്. അപ്പോൾ ഈ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തുള്ള ആ കുട്ടികളെയൊക്കെ അമ്മ വളരെയധികം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറൂരമ്മ. അതെന്താ കാരണം എന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് എല്ലാവരെയും വിളിച്ചിരുത്തി നാമം ചൊല്ലിട്ട് കുറച്ച് കൽക്കണ്ടമോ അല്ലെങ്കിൽ ഒരു പഴമോ ഒക്കെ അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നാമം ജപിക്കാൻ ഇല്ലത്തിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ഓടി വരുമായിരുന്നു ഇത്രയും സന്ധ്യാസമയം ആവുമ്പോൾ. അങ്ങനെ
അമ്മയുടെ എന്താ പറയുക ആ ഒരു കയ്യിൽ നിന്ന് കിട്ടുന്ന കൽക്കണ്ടോ അല്ലെങ്കിൽ പഴമോ ഒക്കെ സ്വീകരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക അച്ചടക്കമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാണ്, അമ്മ നാമം ജപിപ്പിക്കുന്നുള്ളതൊക്കെ. അപ്പോൾ ഈ സഹായത്തിന് വരുന്ന ആ ഒരു അമ്മ ഉണ്ടല്ലോ, ആ അമ്മ എന്താ പറയുക, ഒരു ദിവസം ഈ കുറൂര അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ, എനിക്കൊരു മകനുണ്ട്. ഈ മകൻ ഒരു ജോലിക്കും പോവില്ല, ഒന്നുമില്ല. ഞാൻ ഈ അമ്മ തരുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ അതല്ലെങ്കിൽ അരിയോ അങ്ങനെ എന്തെങ്കിലും ആണ് ഈ പണ്ട് കാലങ്ങളിൽ സഹായിയായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുക. ഇവിടെ നിന്ന് കിട്ടുന്ന എണ്ണയോ വസ്ത്രമോ അല്ലെങ്കിൽ ധാന്യമോ ഒക്കെ കൊണ്ടുപോയി ഞാൻ വെച്ചുണ്ടാക്കുന്നത് കഴിച്ച് വീട്ടിൽ തന്നെ ചടച്ചുകൂടിയിരിക്കുക, അങ്ങനെ ഒരു പ്രകൃതാണ്. അതല്ലാതെ അദ്ദേഹം അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും എടുക്കില്ല. എത്ര പറഞ്ഞാലും അനുസരണ ഇല്ലാത്ത സ്വഭാവമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നാളെ ഇങ്ങോട്ട് വരാൻ പറയൂ, ഇല്ലത്തെ കുറച്ച് പണിയുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയ്ക്ക് തോന്നി, ഞാനങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മകൻ വരണം എന്നൊന്നുമില്ല, എന്നാലും അമ്മ പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് പോയി പറഞ്ഞു. ഇങ്ങനെ ഇല്ലത്തുനിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ, അവിടെ എന്തോ വാഴയ്ക്ക് തടയെടുക്കാനോ അങ്ങനെ എന്തിനോ ആണ്, പുറത്ത് എന്തോ പറമ്പിൽ പണിയുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി എന്തോ അമ്മ പറഞ്ഞാലൊന്നും അനുസരിക്കാത്ത ആളാണ്, പക്ഷേ ഇതെന്തോ കുറൂർ ഇല്ലത്തേക്ക് പോകണം എന്ന് കേട്ടപ്പോൾ എന്നാൽ ശരി എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് രണ്ട് വാഴ കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് തടം കോരിക്കോളൂ, അവിടെ ചെറിയ ചെറിയ കമ്പൊക്കെ വെച്ച് കെട്ടേണ്ട ചില മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി വേണ്ട പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറമ്പിലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ എല്ലാ ദിവസവും ഭഗവാന് എന്തെങ്കിലും ഒരു സാധനം നേദിക്കും. പ്രത്യേകിച്ച് വ്യാഴാഴ്ച തോറും അമ്മ അട നിവേദിക്കുക എന്ന് പറഞ്ഞൊരു പതിവുണ്ട്. അപ്പം അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. ആ വ്യാഴാഴ്ച ദിവസമാണ് ഇദ്ദേഹം വന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഭഗവാന് നേദിച്ച അട പ്രസാദമായിട്ടുള്ളത്, ഇത് ഭഗവാന്റെ പ്രസാദമാണ്, ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഇലയട കൊടുത്തു. അദ്ദേഹം അത് കഴിച്ചു കേട്ടോ. സന്തോഷമായിട്ടാണ് അവിടുന്ന് പോയത്. ആ ഇലയട കഴിച്ചതിന് ശേഷമാണോ അറിയില്ല, അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ മുഴുവൻ ഉത്സാഹഭരിതനായിട്ടാണ് കാണപ്പെട്ടതെന്നാണ് പറയാറുള്ളത്. ഈ കഥ നാട്ടിൽ എല്ലാവർക്കും അറിയാട്ടോ. ഈ കഥയൊക്കെ അറിയുന്ന ഒരാളുണ്ടല്ലോ, ഒരിക്കലും വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് തീരാത്ത വയറുവേദനയാണ്, എന്ത് ചെയ്തിട്ടും മാറണില്ല വയറുവേദന, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അനേകം വൈദ്യന്മാരെ കാണിച്ചു, അവരൊക്കെ തരുന്ന മരുന്നൊക്കെ കഴിക്കുമ്പോൾ 1-2 ദിവസം ഒരു ആശ്വാസമൊക്കെ കിട്ടും, പക്ഷെ പിന്നെയും അതുപോലെ തന്നെയായി മാറുകയാണ്. എനിക്ക് ഇതിനൊരു പരിഹാരം വേണമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം? അമ്മയൊന്ന് പ്രാർത്ഥിക്കൂ ഭഗവാനോട് എന്ന്. അങ്ങനെയാണല്ലോ ഭക്തജനങ്ങൾ എന്ത് പറഞ്ഞാലും ഭഗവാൻ അനുസരിക്കും എന്നാണല്ലോ പറയാറ്. അപ്പൊ അമ്മ പ്രാർത്ഥിച്ചാൽ ഉണ്ണികൃഷ്ണൻ കേൾക്കാണ്ടിരിക്കില്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, നാമം ജപിച്ചോളൂ, ആര് നാമം ജപിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ കേൾക്കാണ്ടിരിക്കില്ല എന്നൊക്കെ അമ്മയും പറഞ്ഞു. നാമം ജപിക്കാൻ പറഞ്ഞു. നാമം ജപിക്കേണ്ട ഇദ്ദേഹം നാമം ജപത്തിൽ പങ്കെടുക്കാണ്. ഇല്ലത്ത് നടക്കണ നാമം ജപത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഉണ്ണികൃഷ്ണന് നേദിച്ച ആ നേദ്യച്ചോറുണ്ടല്ലോ, അത് ഇദ്ദേഹത്തിന് കൊടുത്തു അത്രേ കുറൂരമ്മ. അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് വയറുവേദന എന്നൊരു അവസ്ഥയുണ്ടായിട്ടില്ല അത്രേ. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് നന്ദി പറയണല്ലോ ഭഗവാനോട്. 2-3 ദിവസം കഴിഞ്ഞിട്ടും ആ പോയ വയറുവേദന പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഇനി ഈ വയറുവേദന തിരിച്ചു വരാൻ സാധ്യതയൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനോട് നന്ദി പറയണ്ടേന്ന്. അദ്ദേഹം അമ്പലത്തിലേക്ക് കുളിച്ചു തൊഴാനായിട്ട് വരുന്ന സമയത്തുണ്ട് വില്ലുമംഗലം സ്വാമിയാരെ കണ്ടു. അദ്ദേഹം ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് സ്വാമിയാരോട് പറഞ്ഞു, അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് സ്വാമിയാരോട് പോയി പറഞ്ഞത് ഇങ്ങനെ ഒരു വയറുവേദനയുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. സ്വാമിയാരുടനെ കണ്ണടച്ച് ധ്യാനിച്ചു, നമ്മുടെ ഉണ്ണികൃഷ്ണനെ വിളിച്ചു. ഉണ്ണികൃഷ്ണ, ഞാൻ ഈ ഭക്തനോട് എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, അത് പൂർവ്വജന്മത്തിൽ ചെയ്തു വെച്ച പാപാണേ, 7 ജന്മത്തേക്ക് അനുഭവിക്കേണ്ടി വരും എന്നാ തോന്നണേന്ന്. ഇത് കേട്ടതും സ്വാമിയാർ അങ്ങനെ തന്നെ പറഞ്ഞു, 7 ജന്മത്തേക്ക് മാറില്ല, ഇത് അങ്ങയുടെ കർമ്മദോഷമാണ്, അനുഭവിച്ചേ പറ്റൂന്ന്. ആ പറഞ്ഞ ഭക്തനാണ് ഇപ്പൊ ഇതെല്ലാം മാറി എന്ന് പറഞ്ഞു കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് 7 ജന്മത്തേക്ക് അനുഭവിക്കണം എന്ന്, ഞാനിപ്പതാ ഇതൊക്കെ മാറി നന്ദി പറയാൻ വന്നതാണ് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക്. കുറൂരമ്മ തന്ന നിവേദ്യ ചോറ് കഴിച്ചതും എൻ്റെ എല്ലാ സുഖങ്ങളും മാറി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വില്ലുമംഗലം ശരി നന്നായി എന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത് മായണില്ല.
അദ്ദേഹം ഉടനെ ഉണ്ണികൃഷ്ണനെ വിളിച്ച് ചോദിച്ചു, ഉണ്ണികൃഷ്ണ, അന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്താ ഈ ഭക്തനോട് ഞാൻ പറയേണ്ടത് ചോദിച്ചപ്പോൾ അങ്ങല്ലേ എനിക്കൊരു മറുപടി പറഞ്ഞു തന്നത്, അങ്ങല്ലേ പറഞ്ഞത് ഇത് പൂർവജന്മ പാപമാണ് എന്നും 7 ജന്മത്തേക്ക് മാറില്ല എന്നും, എന്നിട്ട് ഇദ്ദേഹത്തിന് ഇപ്പൊ ഇത് എങ്ങനെയാ സംഭവിച്ചെന്നും. ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ നാമം ചൊല്ലിയാലേ ഇത് മാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന് അത്ര കർമ്മദോഷം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ എൻ്റെ നാമം ചൊല്ലിയാൽ, അതും കുറൂരമ്മ പറഞ്ഞാൽ എനിക്ക് പിന്നെ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങ് എന്നോട് പറഞ്ഞിരുന്നോ ഇദ്ദേഹത്തിന്റെ വയറുവേദന മാറ്റിക്കൊടുക്കാൻ? പറഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ ചെയ്തേനെ. കാരണം എൻ്റെ ഭക്തനെ എന്ത് പറഞ്ഞാലും എനിക്കതനുസരിച്ചല്ലേ പറ്റുള്ളൂ എന്നാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത് അത്രേ. അപ്പോൾ ഉണ്ണികൃഷ്ണന്റെ കാരുണ്യം അത്ര കണ്ട് വലുതാണ്. ഏതെങ്കിലും ഒരു ഭക്തൻ പറഞ്ഞാൽ ആ വാക്ക് അവിടെ സത്യമാക്കിയിരിക്കും ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു നിയമം ത്രേ. അപ്പോൾ അങ്ങനെ വയറുവേദന മാറിയ ഒരു ഭക്തന്റെ കഥയും കൂടി കൂട്ടത്തിൽ അനുസ്മരിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു കഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആരെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം പറഞ്ഞാൽ ഞാൻ ഉടനെ പറയാറുണ്ട് അവരോട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിവേദ്യം ഷീട്ടാക്കിക്കോളൂ, ഒപ്പം ഗുരുവായൂരപ്പനെ വിളിച്ച് നമസ്കരിച്ചോളൂ എന്ന് പറയാറുണ്ട്. അതിൻ്റെ പിന്നിൽ ഇതാണ് കേട്ടോ കാരണം. ഈ ഒരു കുറൂരമ്മയുടെ കഥ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറയാറുള്ളത്. അപ്പൊ ഇന്നത്തെ ചോദ്യം നോക്കാം. ഇതാണ് ഇന്നത്തെ കഥ കേട്ടോ. ഇനി എല്ലാ കഥകളും കൂട്ടി വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഒരു ചോദ്യവും ചോദിക്കും നിങ്ങളോട്. അതിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ പറയണേ. ഗീത വി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗർഭിണികൾ പ്രാർത്ഥിക്കേണ്ട നാമങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന്. സന്താന ഗോപാല മന്ത്രം ചൊല്ലാം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേതനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്ന സന്താന ഗോപാല മന്ത്രം ചൊല്ലാം. നാരായണീയത്തിലെ 37, 38 ദശകം ശ്രീകൃഷ്ണ അവതാരമാണ്. അത് ചൊല്ലി നമസ്കരിക്കാം. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ശ്രീനാഥ് എന്ന ഐഡിയയിൽ നിന്നാണ് കേട്ടോ കാണുന്നത്. മോന് ഡിപ്രഷനാണ്, ഗുളിക കഴിക്കുന്നുണ്ട്, എന്നാൽ അമ്മാവനോട് കൂടുതൽ ദേഷ്യമാണ്. അമ്മാവനെ കാണുമ്പോൾ ടെൻഷനാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇത് മാറാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. തീർച്ചയായിട്ടും ആ കുട്ടിയോട് അമ്മാവനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രോമ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടോ എന്നറിയണം, മനസ്സിലാക്കണം. ഒപ്പം ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെ കംസവധം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അത് വളരെ നല്ലതാണ്. ഭഗവാനും ഭഗവാന്റെ അമ്മാവനും തമ്മിലുള്ള ബന്ധമാണല്ലോ ഈ കംസവധത്തിൽ വിശദമായിട്ട് പറയണം. അപ്പോൾ കംസവധം ചൊല്ലി നമസ്കരിച്ചോളൂ. ഒപ്പം ഇതും ആ കുട്ടിക്ക് എന്താണ് അമ്മാവനോടുള്ള ഈ ഒരു വിഷമത്തിന് കാരണം എന്നുള്ളത് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക തന്നെ വേണം കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു എന്തിനാണ് അപ്പോൾ കംസവധം ചൊല്ലണേ ചോദിച്ചാൽ ഇതിനൊക്കെ എളുപ്പത്തിന് സാധിക്കും. എന്താ ഈ കുട്ടിയുടെ ഉള്ളിലെ, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നത്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ സഹായം വേണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കംസവധം ചൊല്ലി നമസ്കരിച്ചോളൂ. നാരായണീയത്തിലെ 75ാമത്തെ ദശകമാണ്. അറിയില്ല പറയണ്ട കേട്ടോ, 1-2 പ്രാവശ്യം കേട്ടാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കട്ടിയുള്ള ശ്ലോകമാണ്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് ഷീജ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, കഥ പറയുന്ന വീഡിയോസിൽ പറയുന്ന സ്റ്റോറി ടൈറ്റിലായി കൊടുത്താൽ നന്നായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ആ കഥ കേൾക്കണമെന്ന് തോന്നുമ്പോൾ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. ഫസ്റ്റ് ഡേ പറഞ്ഞ സ്റ്റോറിയില്ലേ ജഗന്നാഥൻ്റെ, അപ്പോൾ ആ ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കുമോ? എൻ്റെ ഒരു സജഷനാണ്. ഇഷ്ടമായില്ലെങ്കിൽ വിട്ട് കളഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്വീകരിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ കഥ പറയുന്നതിൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ അങ്ങനെ തന്നെ ആ ടൈറ്റിൽ കൊടുത്തിരുന്നത്. അപ്പം എന്താ എൻ്റെ അവസ്ഥ എന്നറിയോ, ആരും കാണാൻ വരില്ല. എന്തെങ്കിലും ഒരു കാര്യം, അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള കുറേ ടൈറ്റിൽസ് കൊടുക്കില്ലേ, എന്തൊരു വ്യൂസ് അതിനൊക്കെ വരുന്നതെന്നറിയോ. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ തന്നെ വീഡിയോസ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കൂ. സൗന്ദര്യവർദ്ധനവിന് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഞാൻ വെറുതെ ചെയ്തതൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ അതിൽ പറഞ്ഞ സൊല്യൂഷൻ ചെയ്ത് നോക്കിക്കോളൂ, ഉറപ്പായിട്ടും സൗന്ദര്യം വർദ്ധിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതിന് 50,000 വ്യൂസാണ് എനിക്ക് കിട്ടിയിരിക്കണേ, അതറിയോ. എന്നാൽ ഞാൻ സത്യഭാമയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വെറും 2400 പേരെ അത് കണ്ടിട്ടുള്ളൂ.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇഷ്ടമായത് സത്യഭാമയുടെ കഥ തന്നെയാണ് കേട്ടോ. കാരണം ആ കഥയിൽ നമ്മൾ ആ ഗുരുവായൂരപ്പന്റെ കൂടെ സഞ്ചരിക്കുന്ന പോലെ തോന്നും. ഇതിലെന്താ, ഇതിൽ ഇന്ന ദശകം വായിച്ചാൽ ഇന്ന കാര്യം നേടാം എന്നുള്ളതല്ലേ പറഞ്ഞിരിക്കണേ. അപ്പൊ രണ്ടും രണ്ടാണ്. എന്നിട്ട് പോലും ആളുകൾക്ക് കൂടുതൽ എന്താ വേണ്ടത്, അവനവൻ എന്താണോ ലഭിക്കുക അതാ അവർ നോക്കണേ. കഥയൊന്നും കേൾക്കാൻ നിങ്ങൾ പറയണ പോലെ ആളില്ലാന്നേ. അപ്പൊ കഥ കേൾക്കാൻ ആളില്ലെങ്കിലും സവിതയ്ക്ക് പറഞ്ഞൂടെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതെൻ്റെ ഉപാസന പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് എനിക്ക് വേണ്ട ഇന്ധനം എനിക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഞാൻ ഇപ്പൊ വിചാരിക്കണേ. ഇന്ധനം എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് എന്നെ ഇപ്പൊ ജീവിക്കാൻ പ്രേരിപ്പിക്കണ സംഗതി. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ എടുക്കണു. പക്ഷെ എന്നാലും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇത് എനിക്ക് മാത്രമൊന്നും അല്ല കേട്ടോ. ആചാര്യൻ പറയാറുണ്ട്, പണ്ട് വാഴകുന്നത്തിന് ഒരു സപ്താഹ വേദിയിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ, എങ്ങനെയുണ്ടായിരുന്നു സപ്താഹം, നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചു അത്രേ. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, സപ്താഹമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ ഒക്കെ നന്നായിരുന്നു. പിന്നെ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറേ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു, എല്ലാവരും നരസിംഹത്തിന്റെ ചെറിയമ്മമാരായിരുന്നു എന്ന് അത്രേ പറഞ്ഞത്. നരസിംഹത്തിന്റെ ചെറിയമ്മമാരെന്ന് പറഞ്ഞാൽ ആരാന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നരസിംഹം എന്ന് പറഞ്ഞാൽ തൂണ് പിളർന്ന് വന്ന അദ്ദേഹമാണ് അല്ലെ. അപ്പൊ നരസിംഹത്തിന്റെ അമ്മ ആരാ? തൂണാണ്. അപ്പോ തൂണ് പിളർന്ന് വന്ന നരസിംഹത്തിന്റെ അമ്മ ഒരു തൂണാണ്. നരസിംഹത്തിന്റെ ചെറിയമ്മമാരെന്ന് പറഞ്ഞാൽ നിരത്തിപ്പിടിച്ചു തൂണുകൾ തന്നെയാ ഉണ്ടായിരുന്നേന്ന് തന്നെയാ അവിടെ ഉദ്ദേശിച്ച്. അതിന് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ഒന്നുകിൽ തൂണ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാവാം, അതല്ലെങ്കിൽ തൂണ് പോലെ ഇരിക്കുന്നവരാണ്, പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഇല്ലാത്തവരാണ് എന്നും അർത്ഥത്തിലും ആവാം. എന്തായാലും ആ ശ്രോതാക്കളുടെ ആ ഒരു ഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു റിയാക്ഷൻസ് തന്നെയാണ് ഈ ഒരു വക്താവിനെ ഏറ്റവും കൂടുതൽ എനർജി പകർന്നു തരുന്നത്. അപ്പോൾ ഒരുപാട് പേര് കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് നാളെയും വീഡിയോ ചെയ്യാൻ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ആൾക്കാർ കാണുന്നതിൽ കുറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഫിനാൻഷ്യലി മാത്രം. ഫിനാൻഷ്യലി ഞാൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, അസമ്മതിക്കണു. പക്ഷെ എന്നാലും ഇത് എനിക്ക് തരുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് അത് കിട്ടുന്നത്. അതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആളുകൾ കാണാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ടൈറ്റിൽ കൊടുക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ ജഗന്നാഥന്റെ കഥ പറഞ്ഞ ദിവസം ആ കഥയോളം അട്രാക്റ്റീവായിട്ട് ഒന്നുമില്ല അതിൽ അല്ലേ. പക്ഷെ ആ ഒരു കഥയുടെ ടൈറ്റിൽ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല, ആരും കാണില്ല. ഇങ്ങനെ ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചോദിച്ചോക്കൂ, കാണില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള ട്രിക്കിലാണ്. അതുകൊണ്ടാണ് എന്തായാലും ആ ടൈറ്റിൽ കൊടുക്കാത്തത് കേട്ടോ. അടുത്തതായിട്ട് ദേവകി അമ്മ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, തുലാഭാരം നടത്തുമ്പോൾ ഭഗവാനെ കണ്ടു തൊഴുതതിന് ശേഷമാണോ അതോ തുലാഭാരം നടത്തിയതിന് ശേഷമാണോ ഭഗവാനെ തൊഴേണ്ടത് എന്ന്. പിന്നെ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഒന്ന് ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും ഇടുമോ എന്ന്. ഞാൻ ശ്രമിക്കാം. പക്ഷെ എനിക്ക് തോന്നണം വെൺമണി അദ്ദേഹത്തിൻ്റെ വിഷ്ണു സഹസ്രനാമം കേൾക്കാൻ നല്ല രസാട്ടോ. അത് നിങ്ങൾക്ക് കേട്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അർത്ഥമൊന്നും പറയലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ചില ആളുകൾ ചൊല്ലുമ്പോൾ അതിന് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്. ഈ ആചാര്യൻ നാരായണീയം ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നാരായണീയം ചൊല്ലൽ മാത്രം നമുക്കൊരു 4 പ്രാവശ്യം കേൾക്കാൻ പറ്റിയ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം തെളിഞ്ഞു വരും. അത്ര ഭംഗിയായിട്ട് ചൊല്ലും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്താ വെച്ചാൽ, തുലാഭാരം എപ്പോഴാണ് നടത്തേണ്ടത്? തൊഴുതതിന് ശേഷമാണോ തൊഴുന്നതിന് മുമ്പാണോ? ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ നിയമങ്ങളേ ഇല്ല. സാധാരണ എന്താണോ നിയമം അതെനിക്ക് അറിയില്ല. ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ യാതൊരു നിയമവും ഇല്ല. കാരണം പാലിക്കപ്പെടാൻ പറ്റില്ല ആ നിയമങ്ങൾ. കാരണം നല്ല തിരക്കുള്ള ഒരു ദിവസമാണെങ്കിൽ പുറത്ത് വരിയിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ അവസാനമായിരിക്കും തൊഴുക. അപ്പൊ പിന്നെ എങ്ങനെയാ തുലാഭാരം തൂക്കുക? അപ്പോൾ വന്ന് തുലാഭാരം തൂക്കിയതിന് ശേഷം ഭഗവാനെ പോയി കണ്ടാൽ മതി. അതല്ല, തുലാഭാരത്തിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ എന്നാലും വരി പെട്ടെന്ന് കടത്തിവിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നേരെ പോയി തൊഴുതോളൂ, എന്നിട്ട് വന്നോട്ട് തുലാഭാരം തൂക്കിയാൽ മതി. ഇവിടെ നിയമങ്ങൾ പാലിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ തിരക്കിനനുസരിച്ച് മാത്രം നമ്മൾ ഔചിത്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യാം. ആരെങ്കിലും ഈ വയറ് നിറച്ച് ചോറുണ്ടിട്ട് ഉച്ചപൂജ തൊഴാൻ പോകാറുണ്ടോ? ഞാൻ പോകാറുണ്ട്.
അനേകം ഭക്തജനങ്ങള് ഇവിടെ വരുന്നവരെ പോവാറുണ്ട്, എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ പ്രസാദൂട്ടിന് അത്ര വരിയും തിരക്കൊന്നും ഉണ്ടാവില്ല. എന്ന് അപ്പുറത്തുണ്ടല്ലോ തൊഴാൻ നല്ല ക്യൂ ഉണ്ടാവും. അപ്പൊ ആദ്യം പ്രസാദൂട്ടിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ജനറൽ ക്യൂവിൽ കയറി അകത്ത് കയറി തൊഴാം. ഇങ്ങനെയല്ലല്ലോ ശരിക്കും വേണ്ടത്. ഭഗവാനെ ആദ്യം കണ്ട് തൊഴുതതിന് ശേഷം വേണ്ട പ്രസാദൂട്ട് കഴിക്കാൻ. ഇവിടെ അത് നടക്കില്ല, തരാവില്ല. അപ്പൊ എങ്ങനെയാണോ ഇവിടുത്തെ സൗകര്യം അതുപോലെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട്, നമസ്കാരം സവിത, ഐ എം യുവർ റെഗുലർ വ്യൂവർ ആൻഡ് ഐ ലൈക്ക് യുവർ വീഡിയോസ്. അടിപ്രദക്ഷിണം വെക്കാൻ റൈറ്റ് ടൈമിങ്സ് ഒന്ന് പറയുമോ? എനിക്ക് 12 അടിപ്രദക്ഷിണം എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇൻട്രപ്ഷൻ വരാതെ എപ്പോഴായിരിക്കും ചെയ്യാൻ പറ്റുക? ഇടയ്ക്ക് ഇൻട്രപ്ഷൻ ഇല്ല. ഒരു പ്രദക്ഷിണം ഇടയ്ക്ക് വെച്ച് നിർത്തരുതെന്നേ ഉള്ളൂ. ഓരോ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് കുറച്ചു നേരം വിശ്രമിച്ച് അടുത്ത പ്രദക്ഷിണം ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ. പിന്നെ റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒഴിവാക്കിക്കോളൂ. ഇപ്പം നല്ല വെയിലും നല്ല പൊള്ളലും ഉണ്ട്, കാലിൻ്റെ അടി പൊള്ളി പോകും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നിവേദ്യ സമയങ്ങൾ മാത്രമാണ് ഒഴിവാക്കാനുള്ളൂ കേട്ടോ. നിവേദ്യ സമയങ്ങൾ ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാവിലെ 8:15 to 8:45 നിവേദ്യം നടയടക്കലും വരിക. പിന്നെ വരുന്നത് 11:30 to 12:15. അതല്ലാതെ അത് ഇപ്പോൾ ഉദയാസ്തമന പൂജ ഇല്ലാത്തപ്പോൾ. ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ 11:30 ആവും ആദ്യത്തെ നേദ്യാവാൻ കേട്ടോ. ഞാൻ 5 മണിക്ക് ശേഷമുള്ള കാര്യം കേട്ടോ പറയണേ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.